വിശ്വ ആരാധന. ഹല്ലേലൂയ. മോശ ഇസ്രായേൽ ജനത്തെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന പ്രബോധനങ്ങളിലെ ഏറ്റവും വലിയ പ്രബോധനമാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വചനം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ഇത്തരക്കാർ കർത്താവ് നിന്ദരാണ്. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യന്മാരെയും പ്രാശ്നികരെയും ശ്രമിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനം ഒരു കാളക്കുട്ടിയെ ആരാധിക്കുമ്പോൾ മോശ അവിടെ വെച്ച് ചെയ്യുന്നൊരു കാര്യമുണ്ട്. കൽപ്പലക, 10 കൽപ്പനയുടെ കൽപ്പലക എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന രോഷം കൊള്ളുന്നതാണ്. സത്യദൈവത്തെ അല്ലാതെ വേറൊന്നിലേക്കും പോകരുത്. അത് തകർച്ചയ്ക്ക് കാരണമായിത്തീരും. അതുകൊണ്ടാണ് മോശ അവിടെ വെച്ച് അതിനെ പൊടിച്ച് ചാരമാക്കി കളയുകയാണ്. ഇനി അത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ട് അദൃശ്യനായ യഹോവയായ സത്യദൈവത്തിലേക്ക് തിരിയാൻ പറയുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മരുഭൂമി കടന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാനാൻ ദേശത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ഈശോ മാത്രമാണ് ദൈവമെങ്കിൽ മാത്രമേ ആ കാനാൻ ദേശം, സമൃദ്ധിയുടെ കാനാൻ ദേശം, സമാധാനത്തിൻ്റെ കാനാൻ ദേശം, സ്വർഗം, പറുദീസ അനുഭവിക്കാൻ പറ്റുള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കഥ പറഞ്ഞേ മക്കളെ. പോരാ പോരാ പോരാ. ഉച്ചത്തില് കരകുളി എടുത്ത് അടിച്ചേ ബന്ധനടിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് ഇന്നലെ രാത്രി ഈ ദേശത്ത് നല്ല കുടുംബങ്ങൾ, ഒരുപാട് കൃപയുടെ കുടുംബങ്ങൾ, അതുപോലെ ചില കുടുംബങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിൽ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുടുംബങ്ങളിൽ ചില പൈശാചിക പീഡകൾ, രോഗങ്ങൾ, കെടുതികൾ, നഷ്ടങ്ങൾ, കഷ്ടപ്പെട്ടെല്ലാം ഉണ്ടാകും. അവസാനം എല്ലാം കൂടി അങ്ങ് പോകും. അപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ മൊത്തം എടുത്ത് കളഞ്ഞ് ഉള്ളിൽ ഒരു അശുദ്ധിയില്ലാതെ കർത്താവിനെ ആരാധിച്ച് എങ്കിൽ ഇന്ന് തന്നെ നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം നീ അവിടെ കണ്ടിരിക്കും. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന വചനത്തെ ആര് മുറുകെ പിടിക്കുന്നു അവനവന്റെ കുടുംബമേ രക്ഷപ്പെടൂ. അണുവിട വ്യതിചലിക്കരുത്, അണുവിട വ്യതിചലിക്കരുത്. അറിയാതെ പോലും വ്യതിചലിക്കരുത്. പ്രലോഭനം ഇഷ്ടം പോലെ വരും. അവിടെ പൊക്കോ, ഇവിടെ പൊക്കോ, ഇവിടെ പൊക്കോ, അവിടെ പൊക്കോ, രക്ഷപ്പെടെ പോകരുത്. സത്യദൈവത്തോട് വിശ്വസ്തത കാണിക്കുക. ഇന്നെല്ലാം കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റി. നമ്മൾ വിശ്വാസമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ അപകടങ്ങളുടെ കാരണം. ഞങ്ങളുടെ ഹൈ റേഞ്ച് മേഖല ഇങ്ങനെ ഒരു ഏലത്തോട്ടമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പലൊരു മനുഷ്യനിങ്ങനെ കടം കയറി, ഭയങ്കര സാമ്പത്തിക ബാധ്യത. ഈ ബാധ്യത മാറി കൂടിക്കഴിഞ്ഞങ്ങ് വല്ലാത്ത പ്രശ്നത്തിലായി. ആൾക്കൊരു ചെറിയൊരു ഈ ഏലക്കയുടെ ചില ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആളത് പൂട്ടിപ്പോകുന്ന അവസ്ഥയായി, എല്ലാം പ്രശ്നമായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനും കൂടെ, ഈ കടയിൽ ജോലി ചെയ്യുന്ന മകനും കൂടെ എൻ്റെ അടുത്ത്, അച്ഛൻ ആകെ പ്രശ്നം, അച്ഛൻ ഒരു രക്ഷയില്ല, അച്ഛൻ വീട്ടിൽ ഒന്ന് വെഞ്ചരിക്കുക. ഞാൻ പറഞ്ഞു വരത്തില്ല, ഞാൻ പോകത്തില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളവരാ. അപ്പോൾ ഞാൻ പറഞ്ഞു വരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചില്ല, ഒരു രക്ഷയില്ല. അവസാനം ഞാൻ പറഞ്ഞു ഒന്ന് നോക്കട്ടെ, ഒരു ദിവസം ഞാൻ വരാം. അങ്ങനെ ഒരു ദിവസം ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവരവിടെ പോയി വൈകിട്ടൊരു 6 മണി 7 മണി സമയത്ത് ചെന്നപ്പോഴത്തേക്ക് ഇവരെ സ്വീകരിച്ചു. ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. പോകുന്ന വഴിക്ക് തന്നെയുള്ള വീടാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി, ഞാൻ പോന്നു. കുറേ വർഷം മുമ്പായിട്ട്, ഒരു 10-12 വർഷം മുമ്പായിരിക്കും, 12 വർഷം മുമ്പ് അങ്ങനെയൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് പോന്നു. ഒരാഴ്ച 2 ആഴ്ച ഇപ്പോൾ അദ്ദേഹം പോകുന്നുണ്ട്. അച്ഛാ എല്ലാം പ്രശ്നം തീർന്നു, ഭയങ്കര സമാധാനം അച്ഛാ, പഴയ പോലെ തന്നെ ദൈവം അനുഗ്രഹിച്ചു. ഇത് വിറ്റ് കളയാൻ വേണ്ടി ഇരുന്ന, പക്ഷെ വിൽക്കുന്നില്ല, ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പൊക്കോളൂ നല്ല ഉറപ്പയച്ച. അപ്പം സന്തോഷമായി. പക്ഷെ വീണ്ടും ഒരു 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും വന്നു. എൻ്റെ അച്ഛോ ഒരു രക്ഷയില്ല അച്ഛോ, പഴയനേക്കാലം കഷ്ടമായി. പ്രസിലോ ശ്രമത്തെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എന്താ? ഞാൻ പറഞ്ഞു, അച്ഛനെ ഒന്നും കൂടെ ഒന്ന് വിചാരിക്കണം. പ്രസിലോ ഞാൻ പറഞ്ഞു, എങ്ങനെ എന്നൊന്നും എനിക്ക് ഞാൻ വരത്തില്ല. പക്ഷെ ഭയങ്കര കരച്ചില്ല, കൈ വീട്ട് ഭയങ്കര പ്രശ്നമായി. അപ്പം ഞാൻ വന്നേക്കാം. അപ്പോൾ ഞാനൊരു വെള്ളിയാഴ്ച ദിവസം ചെല്ലാൻ ഞാൻ പറഞ്ഞു.
അപ്പം അന്ന് ഞാൻ രാവിലെ മുതൽ നന്നായിട്ട് ഉപവാസമൊക്കെ എടുത്തു, ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. അപ്പം ഞാൻ പോകുന്നു, ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോൾ ഈശോ എന്താണ് ഈ വീട്ടിൻ്റെ പ്രശ്നം, എനിക്കൊന്ന് കാണിച്ചു തരണം. ശരിക്കും എന്താ ഇങ്ങനെ ഇത്ര വീട്ടിൽ ചെന്ന് ഇങ്ങനെ കയറി ഞാൻ ഉറാലി എടുത്ത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ സ്റ്റോളൊക്കെ ഇട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വലിയൊരു മിറക്കലുണ്ടാകും. അവിടുത്തെ ഇളയ മകൻ അവൻ മുന്നോട്ട് കയറി വന്നു. പ്രൈസ് ദി ലോർഡ്. അച്ഛനെ വെഞ്ഞിട്ട് വെഞ്ചരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ അച്ഛനോട് എനിക്ക് സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ളൂ, പക്ഷേ ഈ വീട് വെഞ്ചരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? എന്താ അച്ഛൻ നിൽക്കുന്ന ഈ സ്ഥലമില്ലേ, ഇവിടെ കഴിഞ്ഞ ദിവസം ഈ എൻ്റെ അമ്മ ഇവിടെ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് പൂജയും പരിപാടി നടത്തിയ സ്ഥലത്ത് അച്ഛനെ കൊണ്ടു നിർത്തി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ തന്നെ വീട്ടിൽ നിന്ന് ഇവർ പറഞ്ഞയക്കും, എന്നാലും ഇത് അച്ഛനോട് ഞാൻ പറഞ്ഞിരിക്കുമോ ഞാൻ ഉറപ്പിച്ചുകൊണ്ടായിരുന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ലോകാവസാനം ഉണ്ടായാലും ശരി അച്ഛനോട് ഞാൻ പറയാൻ പോവാം. ഞാൻ പ്രാർത്ഥിച്ചതിന് കർത്താവ് എനിക്ക് ഉത്തരം തന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പതുക്കെ കടുത്തേന്ന് ഞാൻ ഊറാലി എടുത്ത് ഊരിയെടുത്ത് കൈ മടക്കി വെച്ചിട്ട് പറഞ്ഞു, വന്ന് ധ്യാനം കൂടിട്ട് ബാക്കി. അപ്പം അവൻ പറയാം, അച്ഛാ എൻ്റെ ചേട്ടൻ്റെ അവൻ്റെ പേഴ്സിനകത്ത് തകിട് ഒരെണ്ണം ഇരിപ്പുണ്ട്, അമ്മയുടെ അരയിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. പിന്നെ എല്ലാം പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് അച്ഛാ എൻ്റെ വീട് രക്ഷപ്പെടാത്തത്. ഈ കുടുംബം രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛാ, എൻ്റെ വീട് രക്ഷപ്പെടണം. ഇളയ മകൻ വിളിച്ച് പറയാ, അനുഭവം കൊണ്ട് ഞാൻ പറയുന്ന കാര്യമുണ്ട്. ഉള്ളിലൊരു വിശ്വാസം എന്നത് ഈശോ മാത്രമായിരിക്കും. കർത്താവായ ഈശോയെ നീ മുഴുവനായിട്ടും, അതിനിടയ്ക്ക് വേറെ 10 കൊണ്ട് ആശ്രയിച്ചിട്ട് കർത്താവിനെ ആശ്രയിക്കാൻ വന്നിട്ട് യാതൊരു കാര്യമില്ല. ആശ്രയിക്കുകയാണെങ്കിൽ ഒറ്റൊരാളെ ആശ്രയിക്കുള്ളൂ, മാത്രം കർത്താവായ യേശുവിനെ മാത്രമേ നീ ആശ്രയിക്കൂ. അല്ലാതെ വഴിയേ പോകുന്നവനെ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് നേർച്ച കൊണ്ട് ഇട്ടിട്ട് നീ ഇവിടെ നേർച്ച ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയും, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള സകലവിധ അന്ധകാരത്തിൻ്റെ സംഭവങ്ങളെ, അന്ധവിശ്വാസങ്ങൾ, 1-ാം പ്രമാണം ക്ലീനായാൽ അഭിഷേകം ഉറപ്പാണ്. 1-ാം പ്രമാണം, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന കൽപ്പനയും നൽകുന്നത്. എന്നാൽ ചില കുഞ്ഞുങ്ങളുണ്ട് ദേഹത്തിൽ പച്ച കുത്തുന്ന തേള്, പാമ്പ് ഒക്കെ പരിപാടിയുണ്ട്. കഴിവതല്ല മക്കളെ, ഇത് വലിയ പ്രശ്നമാണ് കേട്ടോ. ഇന്ന് ടാറ്റൂസിൻ്റെ വേൾഡ്. ഇതിനെ ആശ്രയിക്കുന്നില്ല. കുരിശ് കുത്തി വെച്ചാൽ ബൈബിളിൽ അത് പച്ച കുത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരം പരിശുദ്ധമാണ്, അവൻ്റെ ആലയാണ്. ഇതിനൊന്നും നമ്മൾ വേറെ ഒന്നിനും സറണ്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ നമ്മളൊരു ജപമാല ധരിക്കുന്നു, അല്ലെങ്കിൽ കുരിശുരൂപം ധരിക്കുന്നു, അതൊക്കെ കൃപയുടെ. അല്ലാതെ ചുമ്മാ അത് വെറുതെ ഇങ്ങനൊരു ചില സംഭവം, തേള്, ചിലപ്പോൾ പാമ്പ്, അങ്ങനെയുള്ളതൊക്കെ പക്ഷികൾ, ഇതൊക്കെ ഒക്കെ അന്ധവിശ്വാസം. അതൊക്കെ വരുമ്പോഴേക്കും പിന്നെ അതേ ചിലപ്പം ചില രോഗം. കഴിഞ്ഞ ആളൊരു പയ്യന്, അവന് ക്യാൻസർ പിടിച്ചത് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ക്യാൻസർ. എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് ടാറ്റു കുത്തിയിരിക്കുക ദേഹത്ത്. അപ്പോൾ ഇത് എനിക്കെന്തോ ഈശോയിൽ പറയുന്നത്, ഇങ്ങനെയുള്ള മേഖലയൊക്കെ നമ്മൾ കളയണം. അതുപോലെ ഈ ബ്ലാക്ക് മാസിന് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് മക്കളെ. ബ്ലാക്ക് മാസിന് പോകുന്നത് അല്ല, സൈറ്റാനിക്കായിട്ടുള്ള ഈ വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി പോകുന്ന കുഞ്ഞുങ്ങളുടെ തല കൈ വെക്കുമ്പം ഒരു അന്ധകാരം ആഞ്ഞടിക്കുകയുള്ള ചിലർക്ക് മാനസിക രോഗികളെ പോലെ ആയിത്തീരാണ്. ശരിക്കും മരുന്നെടുക്കേണ്ടി വരുന്ന പിള്ളേരായിട്ട് മാറാറുണ്ട്. അപ്പം ഇതൊക്കെ ചിലപ്പോൾ കുർബാന മോട്ട് ചെയ്ത് വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ചെയ്യുന്നത്, പക്ഷേ കുഞ്ഞുങ്ങൾ ഭയങ്കര അപകടത്തിലാണ്. ഈശ്വരോടത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ വിദേശ രാജ്യം ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ രാജ്യത്ത് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇങ്ങനെ താമസത്തിലുള്ള ധ്യാനം നടത്തി. ധ്യാനത്തിൻ്റെ അവസാനം ഇങ്ങനെ ആളുകൾ തലേക്ക് വെച്ചുള്ള പ്രാർത്ഥന നടക്കുക. അപ്പോൾ കുട്ടികളെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, ഈ ഒരു 5 വയസ്സ് 8 വയസ്സ് 8 വയസ്സ് 10 വയസ്സ്. അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് ഒരുപാട് പേരൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടികളെ കയറ്റിവിടും, ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ തലേക്ക് വെച്ച് നിങ്ങളിങ്ങനെ ബോധം കിട്ട് വിട്ടുവീഴും. അപ്പോൾ ഈശോനെ പറഞ്ഞ് കുഞ്ഞുങ്ങൾ ചില പൈശാചിക മേഖലയ്ക്ക് അഡിക്റ്റാണ് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ പേരൻസിനെ ആകെ അസ്വസ്ഥപ്പെടുത്തും, എന്ത് ചെയ്തച്ചാൽ ഇതർത്ഥം. അപ്പോൾ ഞാൻ ചില പേരൻസിനെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ പപ്പ നിൽക്കുമ്പോൾ ഞാൻ ചില കാര്യം നിന്നോട് ചോദിച്ചാൽ എനിക്ക് തുറന്നൊക്കെ പറഞ്ഞു. അവൻ കരയുക, പറഞ്ഞേക്കാം ചെന്നും പറഞ്ഞേക്കാം.
അവൻ പറഞ്ഞു വെച്ചാൽ, അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ ഫിലിമുകൾ, മോശമായ ചിത്രങ്ങൾ കാണാറുണ്ട്? ഓച്ച സിനിമകൾക്ക് അടിമയാണ്. ഇന്ന് കുഞ്ഞുങ്ങളോട് ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ഗെയിമിനെ കൊണ്ടുപോയി കുട്ടികളെ കൊണ്ടുവെക്കും. പ്രസലോഷം സ്വഭാവം മാറിപ്പോവും, കുട്ടികളുടെ സ്വഭാവം വേറൊന്നായിട്ട് മാറിപ്പോവും. പ്രസലോഷം ഒരുപക്ഷെ പേരൻസിന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത്. അവർക്ക് ചില ജോലി ചെയ്യണം, വീട്ടിലെ പണി ചെയ്യണം, അല്ല സ്കൂളിൽ ജോലി ചേർത്ത് പോകണം, ഇതിനൊക്കെ എസ്കേപ്പ്. പക്ഷേ ഇത് മുഴുവൻ അതിനകത്ത് ഒരു സംഭവമുണ്ട്. അപ്പം അത് കയറിയിട്ട് കുഞ്ഞുങ്ങൾ കയറി പിന്നെ ഈ തലയ്ക്കൊക്കെ പറയും, പിന്നെ അനുസരണമില്ല, ഒരു ഡിസൊബീഡിയൻ്റ്, ചീത്ത സ്വഭാവം. കുറച്ച് കഴിയുമ്പോൾ ചില മതം മാറിയൊക്കെയുള്ള വിവാഹങ്ങൾ, ഇതൊക്കെ ഇതിനകത്ത് കയറി വരും. കാരണം ഇതിനകത്ത് ഒരിക്കൽ വിഷം കൊടുത്തിട്ട് ആ വിഷം ഊറ്റിയെടുക്കാമെന്ന് ഒരിക്കലും കരുതണ്ട. അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് അവനെയും കൊണ്ടേ അല്ല കൊച്ചിനെയും കൊണ്ടേ പോകുള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ. ഹൊറർ ഫിലിം, ഹൊറർ എന്ന് വെച്ചാൽ ഈ ഭീകരതയുടെ ഫിലിമുകൾ, അങ്ങനെയുള്ള ഫിലിമുകൾ ആ കുഞ്ഞുങ്ങൾ തലേക്ക് എടുത്ത് അലറിക്കൊണ്ട് ഇങ്ങനെ പോകും. ചില പേടിച്ച്. ഒരിക്കൽ ഞങ്ങൾ അണക്കരയിലൊരു യൂത്തിൻ്റെ യൂത്ത് എന്ന് വെച്ചാൽ 9, 10, 11 ക്ലാസ്, 12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഉള്ള ധ്യാനം എടുക്കുമ്പോൾ ശുശ്രൂഷകർ തന്നെ പേടിച്ചു. അച്ഛൻ ഇതെന്താ ഈ സംഭവിക്കുന്നു? നിങ്ങളുടെ തലയ്ക്ക് വെച്ചാൽ നിലവിളിച്ചു. ഇത് മുഴുവൻ ഇങ്ങനെയാണ്, അശുദ്ധ പാപങ്ങളും പ്രത്യേകിച്ച് സെക്സ് സ്പിരിറ്റൊക്കെ കയറിയിട്ട് അടിച്ച് കുഞ്ഞുങ്ങൾ തകരുക. അപ്പോൾ ഇത് വർദ്ധിക്കുകയാണ്. ചിലർക്ക് അങ്ങനെ പോകും, വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകും. എനിക്ക് സങ്കടമൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ പറയാൻ പോലും പേടിയാണ്. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവ് നന്ദി പാട്ട് ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി അടിക്കട്ടെ, കട്ടടിയട്ടെ, അടിയട്ടെ. ഒറ്റ വിളി ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച് ഹല്ലേലൂയ. ഇതെല്ലാം ഒന്നാം പ്രമാണ വിരുദ്ധ. സാത്താനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വേണ്ടാത്ത പുസ്തകങ്ങളും സൈറ്റുകളും ഒന്നും പോയേക്കരുത്. ഞാൻ ഇന്നേ വരെ അച്ഛൻ ഒരിടത്തും പോയിട്ടില്ല. ഞാൻ ജനം പഠിക്കുന്നു, സഭ പഠിപ്പിക്കുന്നു, അല്ലാതെ വേറൊരു വഴിയിലൊട്ടും അറിയാതെ. അത് പിശാച് പഠിപ്പിക്കും, പിശാചിനെ കുറിച്ച് അത് കേൾക്കാൻ പോയേക്കരുത്. പുസ്തകം ഇതെല്ലാം അന്ധകാരത്തിൻ്റെ ഒരു ലോകമാണ്. ആ മേഖലയിലേക്ക് നിങ്ങൾ പോയേക്കരുത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരെ ചില തകിടുകൾ, ചരടുകൾ, ഇതൊക്കെ നമ്മൾ ധരിക്കുക. ഇതൊന്നും ആവശ്യമില്ലെന്ന്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ വിശ്വാസത്തോടെ തിരുസഭ നിൻ്റെ അധരത്തിലേക്ക് നൽകുന്ന ആ പരിശുദ്ധ കുർബാന നീ എല്ലാ ദിവസവും ഒന്ന് ഭക്ഷിച്ചാൽ മതി. നിൻ്റെ മേൽ ഒരു പിശാചും ഒരു കാര്യത്തിലും കടന്നു വരികയില്ല എന്ന്. വേറൊന്നിൻ്റെ ആവശ്യമില്ല. കത്തോലിക്ക തിരുസഭ നമുക്ക് നല്ല, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ, എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ നിത്യം ജീവിക്കും. അവൻ്റെ മേൽ മരണത്തിന് ആധിപത്യമില്ല, സാത്താൻ ആധിപത്യമില്ല. അത് സ്വീകരിക്കാതെ ഈ കയറും കെട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. വിശ്വസിക്കുന്ന മക്കൾ ഒറ്റ ഈശോ എന്ന് വിളിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വ ആരാധന. അന്ധവിശ്വാസങ്ങൾ കയറി. ഒരിക്കൽ ഇന്ത്യക്കാരനല്ല, ഒരു മലേഷ്യൻകാരന് മനുഷ്യൻ, ആൾ ശരിക്കും സ്വീഡൻ ലോകത്ത് വർക്ക് ചെയ്യുന്ന മനുഷ്യൻ, ഇന്ത്യക്കാരനെ അല്ല. ഈ മനുഷ്യന് ഈ ലോകത്ത് എല്ലായിടത്തും പോയി അതൊക്കെയുള്ള പൈസാശിക. ആളുടെ കുടുംബത്തിൽ കൊലപാതകങ്ങൾ നടന്നു, കുറേ പ്രശ്നങ്ങൾ നടന്നു, തകർന്നത്. ഒരു റിച്ച് മനുഷ്യൻ, സമ്പന്നനായ മനുഷ്യൻ, മുഴുവൻ അടിച്ച് തകർത്തരിപ്പണായി. ഒരു പ്രത്യേക. അപ്പോൾ ആളിങ്ങനെ പ്രയർ മേടിക്കാൻ വേണ്ടി പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ അവസാനം ആരോ പറഞ്ഞിങ്ങനെ അണക്കരയ്ക്ക് വരാൻ പോകേണ്ട എൻ്റെ സ്നേഹിതനൊരാൾ, ഈ സ്വീഡനിലുള്ള ആൾ ഇവനോട്, ഈ മനുഷ്യനാണ്. അങ്ങനെ ഈ മനുഷ്യന് കേരളത്തിൽ വന്നിറങ്ങി. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്തുനിന്ന്, ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കുരിശുരൂപങ്ങൾ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു പ്രത്യേക രീതിയിലായി മനുഷ്യൻ ഇങ്ങനെ നിൽക്കത്ത്. നമുക്ക് പ്രത്യേകം ഒന്നുപാടെ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനോട് പറയാൻ പറഞ്ഞു, 40 ദിവസം അവിടെ നിന്ന് അണക്കരയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. 41 ദിവസം ആയിട്ട് ഞാൻ പറഞ്ഞത് എല്ലാം അങ്ങ് മാറ്റാൻ പറഞ്ഞു. കുറേ അന്ധവിശ്വാസം മൊത്തം മാറ്റാം. കുരിശുരൂപം വേണം, ഒരു കുരിശുരൂപം. പ്രസലോഷം. ജപമാല വേണം, ഒരു ജപമാല. പ്രസലോഷം. ബൈബിൾ, ഒരു ബൈബിൾ. കുർബാനയെ പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തെ ആരാധിക്കുക. പ്രസലോഷം. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഈ മനുഷ്യർ ഒരു 8-10 വർഷമെങ്കിലും ലോകത്തിൽ ഈ അറിയാവുന്ന പ്രാർത്ഥന കിട്ടാൻ സാധ്യതയുള്ള എല്ലായിടത്തും പോയി പ്രയറും മേടിച്ചൊരു മനുഷ്യനാണ്. ഇവിടുന്ന് 41-ാമത്തെ ദിവസം, അത് കഴിഞ്ഞൊരു എനിക്കൊരു 50-ാമത്തെ ദിവസം കൊണ്ട് ദൈവം പോകുന്നു. ഏകദേശം 2 മാസത്തോളം ആനക്കര ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോകുമ്പോൾ ആൾ പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ട് ആൾ പുതിയ വ്യക്തിയായിട്ട് കർത്താവ് മാറ്റിക്കൊണ്ടുവിട്ട് കാണേ.
എല്ലാ തകർച്ചയും മാറി, എല്ലാ തകർച്ചയും. ഞാൻ എന്നാ പറയുക, കുർബാനയിലോട്ട് പോകും. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് ഗോ ടു ദ ഹോളി മാസ്, കുർബാനയിലേക്ക്. അവിടെ ഈശോയുടെ, അത് വിശ്വാസത്തോടെ, അതിനപ്പുറം ഒന്നുമില്ല. സഭ നമുക്ക് നൽകുന്ന രക്ഷയുടെ അടയാളമായി അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. കുർബാനയെക്കാളും വലൊന്നും തരുത്തരുത്. അത് കൂദാശയാണ്, അത് അതിലേക്ക് പോകണം നിങ്ങൾ. അത് പോകാതെ നമ്മൾ വേറെ ഒക്കെ കുറച്ച് സഭയുടെ കൂദാശ അനുകരണങ്ങളുണ്ട്, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, തീർച്ചയായിട്ടും പ്രാർത്ഥനകളുണ്ട്, അതുണ്ട് ഇതുണ്ട്, ഒക്കെ കൊള്ളാം. വെഞ്ചരിച്ചാൽ ചിലപ്പോൾ കുരിശുരൂപങ്ങൾ ഉപയോഗിക്കാം, കാശുരൂപങ്ങൾ ജപമാല ഉപയോഗിക്കാം, വീടും ഒക്കെ ഒത്തിരി. അതെല്ലാം കുർബാനയോടും സഭയോടും പൗരോഹിത്യത്തോടും ചേർന്ന് നിൽക്കുന്ന അഭിഷേകങ്ങൾ. അല്ലാതെ വഴിയേ പോകുന്നവൻ്റെ അഭിഷേകങ്ങളോട് നിങ്ങൾ ചേരരുത്. ചേർന്നാൽ ബന്ധനത്തിൻ്റെ മേൽ ബന്ധനമുണ്ടാകും, കെട്ടുകൾക്ക് മേൽക്കെട്ടുണ്ടാകും. അങ്ങനെയുള്ള ചില സംഭവം അവിടെ ഇവിടെ എല്ലാം പോയിട്ട് വരുന്ന ആളുകളുണ്ട്. അവരെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആരാധിക്കുന്ന ഈശോയെ, മാലാഖമാരുടെ വിശുദ്ധരോട് ചേർന്ന്, പുണ്യവാന്മാരോട് ചേർന്ന്, ദൈവജനത്തോട് നിൻമുഖമെൻ ഹൃദയത്തിലാ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ഈശോയേ ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമൻ ഹൃദയത്തിൽ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ വസിക്കുന്നു, പാപിനിയെ പോലെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്. എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും ഇപ്പൊ തന്നെ അടിയട്ടെ, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹൃദയത്തിൽ എല്ലാ കെട്ടുകളും അടിയട്ടെ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദേശത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഓരോ മക്കളുടെ മേലുള്ള അന്ധകാരം മാറട്ടെ, പ്രകാശമുണ്ടാകട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു.